dear students, once again welcome back to integrals. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 25ാമത്തെ ഈ ഇന്റഗ്രലിന്റെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെഫിനറ്റ് ഇന്റഗ്രലിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയുള്ള ഇന്റഗ്രേഷൻ ആണ്. അപ്പോൾ ഇന്റഗ്രേഷൻ ബൈ evaluation of definite integrals by substitution. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലത്തിലൂടെ ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം. കാരണം നമ്മൾ ഇതിന്റെ മെത്തേഡുകൾ നമ്മൾ തിയറി ആയിട്ടൊന്നും നമുക്ക് അങ്ങനെ പറഞ്ഞ് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യുന്നത് എന്ന് നോക്കി നമുക്ക് ചെയ്താൽ മതിയാവും. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത് 140 ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ക്വസ്റ്റ്യൻ നമ്പർ 141, ഇന്റഗ്രൽ 0 to 1 tan inverse x divided by 1 plus x square dx. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ 0 to 1 tan inverse x by 1 plus x square dx. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നമുക്കറിയാം, ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. കാരണം ഇതിന്റെ tan inverse x ന്റെ ഡെറിവേറ്റീവ് ഇവിടെയുണ്ട്. So we can make a substitution for tan inverse x. So put u is equal to tan inverse x. നമ്മൾ സാധാരണ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ u എന്നുള്ളതിന് നമ്മൾ tan inverse x എന്ന് കൊടുത്താൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് du by dx കണ്ടുപിടിക്കാമല്ലോ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ tan inverse x ന്റെ ഡെറിവേറ്റീവ് 1 by 1 plus x square. So du is equal to dx by 1 plus x square. ഇത് നമ്മുടെ ക്വസ്റ്റ്യനകത്തുണ്ട്. dx by 1 plus x square എന്നുള്ളതുണ്ട്. അതിന് പകരം നമുക്ക് du എന്ന് കൊടുക്കാം. tan inverse x ന് പകരം നമ്മൾ u എന്നും കൊടുക്കാം. അപ്പം ഇത് നമ്മുടെ I എന്നെടുക്കുകയാണെങ്കിൽ so that's equal to integral tan inverse x ന് പകരം u, dx ന് പകരം നമ്മൾ du എന്നും കൊടുക്കുന്നു. അല്ല, dx by 1 plus x square ന് പകരം du എന്ന് നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നം വരുന്നത്, അതാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഡെഫിനറ്റ് ഇന്റഗ്രലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ 0 to 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം 0ക്കും 1നും ഇടയ്ക്ക് വേരി ചെയ്യുന്നത് ഏതാണ്? ഇവിടെ വേരി ചെയ്യുന്നത് x ആണ്. അപ്പോൾ നമ്മൾ ഈ എക്സിനെ മാറ്റിയിട്ട് യുയിലേക്ക് മാറ്റി. അപ്പോൾ ഈ എക്സ് വേരി ചെയ്യുന്ന റേഞ്ചിലല്ല യു വേരി ചെയ്യുന്നത്. കാരണം യു എന്ന് പറഞ്ഞാൽ tan inverse x. അപ്പോൾ ഈ tan inverse x ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, മീൻസ് യുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലിമിറ്റ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഈ ഡെഫിനറ്റ് ഇന്റഗ്രൽ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ യുവിലേക്ക് മാറ്റിയത് കൊണ്ട് യുവിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പോവുക. അപ്പോൾ അവിടെ എക്സിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ് ആദ്യത്തെ. സോ അപ്പോൾ നമുക്ക് യുവിന് എന്ത് വരും? അപ്പോൾ യു ഈസ് ഈക്വൽ ടു tan inverse 0 എന്ന് വരും. tan inverse 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ടാനിന്റെ ഏത് വാല്യൂലാണ് 0 കിട്ടുന്നത്? 0. ഇനി അടുത്ത നമ്മുടെ അപ്പർ ലിമിറ്റ് കൊടുക്കുക എക്സിന് പകരം. എക്സിന് അപ്പർ ലിമിറ്റ് 1 ആണല്ലോ. സോ when x is equal to 1, u is equal to tan inverse 1. So tan inverse 1 means it is pi by 4. അപ്പോൾ x equal to 0 ആകുമ്പോൾ u എന്ന് പറഞ്ഞാൽ 0 ആണ്. x equal to 1 എന്ന് പറയുമ്പോൾ u എന്ന് പറഞ്ഞാൽ pi by 4 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ 0 to 1 പകരം നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് എക്സിന് 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന യുവിന്റെ ലിമിറ്റ്, ദാറ്റ് ഈസ് 0. എക്സിന് 1 കൊടുക്കുമ്പോൾ കിട്ടുന്നത്, ഇവിടെ എക്സിന് 1 ആണല്ലോ. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ കിട്ടുന്ന യുവിന്റെ ലിമിറ്റ്, ദാറ്റ് ഈസ് pi by 4. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം സാധാരണ നമ്മുടെ ഇന്റഗ്രേഷൻ പോലെ തന്നെയാണ്. ഇനി നമുക്കറിയാം യു ഡി യു ഇന്റഗ്രൽ ഈസ് u സ്ക്വയർ ബൈ 2 പ്ലസ് c നമ്മൾ എഴുതത്തില്ല, കാരണം ഇത് ഡെഫിനറ്റ് ഇന്റഗ്രലാണ്. 0 to pi by 4. ഓക്കെ, ഇനി നമ്മുടെ ഡെഫിനറ്റ് ഇന്റഗ്രലിന്റെ ഫണ്ടമെന്റൽ തിയറം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ്, ദാറ്റ് ഈസ് pi by u ഉള്ളിടത്ത് pi by 4. സോ pi by 4 the whole square by 2 മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. സോ 0 സ്ക്വയർ ബൈ 2. ഓക്കെ, അപ്പോൾ ഇതിന്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു pi by 4 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരും? pi സ്ക്വയർ ബൈ 16 വരും, by 2 minus 0. That is pi square by ഇത് 32 എന്ന് വരും. So the answer is pi square by 32. So that's answer. അപ്പോൾ മക്കളെ, നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട the only thing you have to concentrate on this the definite integral by substitution is that
you have to convert the limit. When you give a substitution for x, you have to convert that limit to the converting variables. Means you have to convert the limit into u. That's the only thing. The remaining things are just like the integration, definite integral. Okay. So let us have another question, and we can discuss it in through the coming questions also. Okay. So let us have the next question. Question number 142. Then here is the next question, 142. The question that is 0 to 1 x e raised to x square dx. Here also we can give a substitution. What is substitution? Put u is equal to x square. That's enough. So that du by dx is equal to derivative of x square is 2x. So du by 2 is equal to x dx, right? X is here, dx is also here. So that together give du by 2. Okay. Now we can find the limit of u also. When x equal to 0 implies u is equal to 0 square, that's equal to 0. When x is equal to 1, the upper limit, u is equal to 1 square, that's equal to 1. So when we apply the substitution, in this particular case there is no change in the limit of u also. Okay. So that is just a coincidence. So integral 0 to 1. X e raised x dx can be replaced by du by 2, and the e raised to x square can be replaced by u into du by 2. Now 1 by 2 can be taken out. E raised integral 0 to 1, e raised to u du. That's equal to 1 by 2 into e raised to u, upper limit 1, lower limit 0. So by fundamental theorem of integral calculus, this is equal to e raised to 1 minus e raised to 0. Okay. So that's equal to 1 by 2 into e raised to 1 is e minus e raised to 0 is any number raised to 0 is 1. So that's the answer. So it is e minus 1 by 2. Okay, e minus 1 by 2. So that's the answer. Okay, മക്കളെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിൾ ആണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ലിമിറ്റ് മാറ്റുന്ന കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. Okay, so let us move on to the next one. Here is the next one, that is integral 0 to pi by 2 sin x by 1 plus cos square x. Here also we can see that we have to apply substitution. So put u is equal to what? U is equal to cos x. So that du by dx is equal to derivative of cos x is minus sin x. So du is equal to minus sin x dx, or we can say minus du is equal to sin x dx. Okay, so this sin x dx can be replaced by minus du. Now we have to change the limit also. When x is equal to 0, u is equal to cos 0, cos 0 is equal to 1, that we know. When x is equal to pi by 2, u is equal to cos pi by 2, cos pi by 2 is cos 90, that is equal to 0. So our integral becomes integral, instead of integral 0 to pi by 2, limit will change from 1 to 0. 1 to 0. When x is equal to 0, u is 1, so that's why lower limit is 1. When x is equal to pi by 2, u is equal to 0, that's why instead of upper limit we have 0. Now sin x dx is nothing but minus du by 1 plus u is cos x, so it is u square. Okay. So a minus can be taken out, so minus integral 1 to 0 du by 1 plus u square. But we know 1 by 1 plus is x square. The formula is, that's tan inverse x. So it is minus, minus is already here. So minus tan inverse u. Limit varies from 1 to 0. Okay. So it is minus of tan inverse 0 minus tan inverse 1. Okay. Tan inverse 0, that's tan inverse 0 is 0. Tan inverse 1 is pi by 2.
answer is pi by 4. When we open the bracket, minus becomes plus, so the answer is pi by 4. Okay, മക്കളെ മനസ്സിലായല്ലോ? അപ്പോൾ ഇത് സിമ്പിൾ അല്ലേ? Yeah. So that's the thing. That's the only thing you have to remember. Okay. So here is the 144th question. Let us call it as I. So I is equal to integral 0 to 1 x by x square plus 1 dx. I have here also we can give a substitution. Put u equal to x square plus 1. So that du by dx is equal to derivative of x square is 2x plus 1 is a constant, so derivative is 0. But we have x dx is in the numerator, so we can eliminate that term. So this is nothing but du by 2 is equal to x dx, because we know du is equal to 2x dx. When we shift that 2 to this side, du by 2, that becomes x dx. Now apply the limit. When x is equal to 0 implies u is equal to 0 square plus 1, because u is x square plus 1. So when we put x is equal to 0, this is 0 plus 1, that's equal to 1. When x is equal to 1, we have u is equal to 1 square plus 1, that's equal to 1 plus 1, 2. So I equal to 0 to 1 becomes 1 to 2. X dx is du by 2. So du by 2 by u. This 1 by 2 can be taken out. Integral 1 to 2 du by u. That we know. That is 1 by x. Integral 1 by x is log x. So it is log u. Limit from 1 to 2. Okay. So that's equal to 1 by 2 into log 2 minus log 1. Bracket is here. As we know, log 1 is 0. The answer is 1 by 2 log 2. So that's the answer. 1 by 2 log 2. Okay, മക്കളെ മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? ഇത് ഭയങ്കര സിമ്പിൾ ആണ്. നമ്മൾ ഇൻഡിഫറൻറ്റ് ഇന്റഗ്രലിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള മെത്തേഡുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ ഉള്ളൂ. പ്രത്യേകിച്ച് എക്സ്ട്രാ ഫോർമുലകളും ഒന്നുമില്ല. അതിന്റെ മെത്തേഡ് നമുക്ക് അറിയാമെങ്കിൽ ഈ ചാപ്റ്റർ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അത് പഠിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മൾ വരുന്ന ഇനി മുമ്പോട്ട് വരുന്ന പ്രോബ്ലംസിലും എല്ലാം നമ്മൾ ഇത്തരത്തിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ഇൻഡിഫറൻറ്റ് ഇന്റഗ്രലിനകത്ത് പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. മാത്രമല്ല ഇത് നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ, എസ്പെഷ്യലി ഫോർ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ റിസൾട്ടുകളാണ്, കുറേ ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. Here is the question number 145. Integral 1 to 2 dx by x into 1 plus log x the whole square. Here also we can give a substitution. Put u is equal to നമുക്കറിയാം 1 plus log x ന് നമ്മൾ u എന്ന് കൊടുത്താൽ മതിയാവും. So that du by dx is equal to derivative 1 is 0, log x ന്റെ derivative 1 by x വരും. So that du is equal to dx by x. അത് നമ്മുടെ ക്വസ്റ്റിനകത്ത് ഉണ്ട്. dx by x എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റിനകത്ത് ഉണ്ട്. അതിന് പകരം നമുക്ക് du എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ലിമിറ്റ് മാറ്റണം. when x is equal to 1, u is equal to 1 plus log 1. As we know, log 1 is equal to 0. This is 1 plus 0, that's equal to 1. When x is equal to 2, u is equal to 1 plus log 2. Okay, so 1 plus log 2, that is the upper limit. You don't bother about that term. 1 plus log 2 എന്നുള്ള വലിയൊരു ടേമിനെ കണ്ട് പേടിക്കൊന്നും വേണ്ട. നമ്മുടെ മെത്തേഡ് സെയിം ആണ്, അതുകൊണ്ട് നമുക്ക് അത്തരത്തിൽ അങ്ങോട്ട് മുമ്പോട്ട് പോയാൽ മതിയാവും. So when we substitute that value here, integral 1 ന് പകരം 1 തന്നെയാണ്, ഒരു മാറ്റമില്ല. ഈ അപ്പർ ലിമിറ്റ് 2 ന് പകരം 1 plus log 2 എന്ന് വരും. dx by x ന് പകരം നമ്മൾ du എന്നാണ്. So du by u square എന്ന് വരും. Okay, so that's equal to integral 1 to 1 plus log 2, 1 plus log 2. ഇതിനെ നമുക്ക് u raised to minus 2 du എന്ന് എഴുതാമല്ലോ. u മേലെ ചെല്ലുമ്പോൾ 1 by u square എന്നുള്ള u raised to minus 2. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ u raised to minus 1 by minus 1 എന്ന് വരും അല്ലേ. x raised to n plus 1 by n plus 1 ആ ഫോർമുല. minus 2 plus 1
minus 2 plus 1 is minus 1. 1 to 1 plus log 2. Okay, so that's equal to നമ്മൾ minus 1, ഇത് 1 by minus 1, അത് മൈനസ് പുറത്തേക്ക് എടുക്കാം. ഈ u raised to minus 1 പകരം നമുക്ക് 1 by u എന്ന് എഴുതാം. ലിമിറ്റ് 1 to 1 plus log 2. ഇനി നമ്മുടെ ഫണ്ടമെന്റൽ തിയറം ഓഫ് ഇന്റഗ്രൽ കാൽക്കുലസ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് മൈനസ് അപ്പർ ലിമിറ്റ് 1 by 1 plus log 2 മൈനസ് 1 by 1. ഓക്കെ മക്കളെ, സോ ദാറ്റ്സ് ഈക്വൽ ടു നമുക്കൊന്ന് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ 1 plus log 2 ആദ്യം, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ക്രോസ് ചെയ്യാം. അപ്പോൾ പിന്നെ കുറച്ചും കൂടെ എളുപ്പമുണ്ടാവില്ല. അപ്പോൾ ഇത് ആദ്യത്തെ ടൈം 1 വരും, ഇത് മൈനസ്, ഇത് പ്ലസ് ആവും. ആ പ്ലസ് 1 ആദ്യം എഴുതും. 1 plus 1 by 1 plus log 2. ഇത് പ്ലസ് അല്ല മൈനസ് വരും, കാരണം ഇത് നടുക്ക് വരുന്നത് നമുക്കറിയാമല്ലോ. ഇത് തിരിഞ്ഞു വരുമ്പോൾ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് പ്ലസ് ആവും, അടുത്തതെന്ന് പറയുമ്പോൾ എന്താവും, മൈനസ് ആവും. നമുക്കൊന്നും കൂടെ എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു ഇത് ഫസ്റ്റ് ടൈം 1 ആവും, മൈനസ് 1 by 1 plus log 2. ഓക്കെ, ക്രോസ് ചെയ്യാം. സോ ദാറ്റ്സ് ഈക്വൽ ടു, ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും, 1 plus log 2 minus 1 by 1 plus log 2. ഇത് കട്ടായി പോകും. സോ ദ ഫൈനൽ ആൻസർ ഈസ് log 2 by 1 plus log 2. So that's the final answer. log 2 by 1 plus log 2. ഇത് 2011 ചോദിച്ചിരുന്ന ഒരു ഹയർ സെക്കൻഡറി എക്സാമിനേഷന് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. ഇന്റഗ്രൽ 1 to 2 dx by x into 1 plus log x d whole square എന്നുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ ഇതേ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, and here is the question number 146. മക്കളെ, ഇന്റഗ്രൽ -1 to +1 5x raised to 4 into root of 1 plus x raised to 5 dx. ഇവിടെ നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പുട്ട് u ഈക്വൽ ടു 1 plus x raised to 5 പകരം നമുക്ക് u എന്ന് കൊടുക്കാം. സോ ദാറ്റ് du by dx എന്ന് പറഞ്ഞാൽ 1ന്റെ ഡെറിവേറ്റീവ് 0 വരും. x raised to 5ന്റെ 5x raised to 4 എന്ന് വരും. അത് നമ്മുടെ ക്വസ്റ്റ്യൻ അതുണ്ട്. അതുകൊണ്ട് du എന്ന് പറഞ്ഞാൽ 5x raised to 4 dx. ഇനി നമുക്ക് ലിമിറ്റ് മാറ്റണം. ലിമിറ്റ് when x is equal to 1 -1 കൊടുക്കുമ്പോൾ u എന്ന് പറഞ്ഞാൽ 1 plus -1 raised to 5 ആണ്. സോ -1 raised to 5 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആവും അല്ലേ. -1 -1 രണ്ടെണ്ണാവും പോസിറ്റീവ് ആവും, മൂന്നെണ്ണാവുമ്പോൾ വീണ്ടും നെഗറ്റീവ് ആവും, നാലാകുമ്പം -1 -1 -1 -1 4 മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +1 ആവും. അപ്പോൾ അഞ്ചാം മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് -1 ആവും. സോ 1 - 1 ദാറ്റ്സ് ഈക്വൽ ടു 0 എന്നാവും. when x is equal to 1 u equal to 1 plus 1 raised to 5 1 ആയതുകൊണ്ട് 1 plus 1 2 എന്നാവും. അപ്പോൾ നമ്മുടെ ഇന്റഗ്രൽ becomes 0 to 2 എന്നാവും. 5x raised to 4 dx ന് പകരം du എന്ന് കൊടുക്കാം. സോ റൂട്ട് u du എന്ന് വരും. റൂട്ട് യുനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിന് u raised to 1 by 2 എന്നല്ലേ. 0 to 2 u raised to 1 by 2 d. That is u raised to 1 by 2 plus 1. That is 3 by 2 by 3 by 2. Limit 0 to 2. Okay മക്കളെ. ഓക്കെ, അത് നമുക്കൊന്ന് ഇത്രയും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ്സ് ഇത് 3 by 2 മേലെ ചെല്ലുമ്പോൾ 2 by 3 എന്നാവും. 2 by 3 into u ഇത് 2 ആണ്. 2 raised to 3 by 2 minus 0. That's 2 by 3 into 2 raised to 3 by 2 നെ 2 root 2 എന്ന് എഴുതാം. So 2 into 2 4 root 2 by 3. That's answer. Okay മക്കളെ, മനസ്സിലായല്ലോ? ഇത് സിമ്പിൾ അല്ലേ? Okay. Yes, here is the next question. Question number 147. Integral 0 to pi by 2 root of sin phi into cos raised to 5 d5. Okay. Cos raised to 5 d5. അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ ചേഞ്ച് വരുത്തിയിട്ട് വേണം
അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടി 0 to pi by 2 അങ്ങനെ തന്നെ എഴുതാം. റൂട്ട് ഓഫ് സൈൻ 5. ഈ കോസ് റേസ് ടു 5 എന്നുള്ളതിനെ കോസ് റേസ് ടു 4 ഇൻറ്റു 5 ഇൻറ്റു കോസ് 5 എന്ന് എഴുതാം. ഇൻറ്റു റൂട്ട് ഓഫ് സൈൻ 5. ഓക്കെ മക്കളെ, ഞാൻ ഇതിനെ ഒന്ന് മാറ്റി എഴുതുന്ന മാത്രമേ ഉള്ളൂ. കോസ് റേസ് ടു 4ഉം കോസും കൂടെ ആകുമ്പോൾ കോസ് റേസ് ടു 5 ആവുമല്ലോ. ഇതാണ് ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് 0 to pi by 2. ഇത് കോസ് റേസ് ടു 4ന് പകരം നമുക്ക് വേണമെങ്കിൽ 1 മൈനസ് സൈൻ സ്ക്വയർ 5. 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ കോസ് സ്ക്വയർ ആവും. ഒന്നും കൂടെ സ്ക്വയർ ചെയ്താൽ അത് കോസ് റേസ് ടു 4 ആവും. ശരിയല്ലേ? 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ ആണല്ലോ. കോസ് സ്ക്വയറിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ കോസ് റേസ് ടു 4 ആവും. ഇൻറ്റു ഈ റൂട്ട് ഓഫ് സൈൻ 5 ഈ സൈനിന്റെ കൂടത്തിൽ അങ്ങ് അടുപ്പിച്ച് എഴുതുന്നു. ദെൻ ഇൻറ്റു കോസ് 5 d5. ഈ ഒരു സ്റ്റെപ്പാണ് ഇതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഈ കോസ് റേസ് ടു 4നെ നമ്മൾ ഈ സൈനിന്റെ ടേമിലേക്ക് ആക്കിയ ഈ ഒരു സ്റ്റെപ്പ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇതിനകത്തെ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മളിനി ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യന്റെ ബാക്കി ഭാഗത്തേക്ക് പോവുകയാണ്. ഇനി നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പുട്ട് u ഈക്വൽ ടു, ഇവിടെ സൈന് കൊടുക്കുവാണെങ്കിൽ സൈൻ 5. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ട്. du by d5 എന്ന് പറഞ്ഞാൽ cos 5 ആവും. അപ്പൊ du എന്ന് പറഞ്ഞാൽ cos 5 d5. അത്രയും ടേം നമ്മുടെ ക്വസ്റ്റ്യൻ അത് നേരിട്ട് കിടപ്പുണ്ട്. ഇത് കേട്ടോ. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ കൊടുക്കുന്നത്. ഇനി ലിമിറ്റിംഗ് കൊണ്ടൊന്ന് മാറുന്നു. വെൻ 5ക്ക് പകരം 0 കൊടുക്കുമ്പോൾ u എന്ന് പറഞ്ഞാൽ സൈൻ 5 എന്നുള്ളത് സൈൻ 0 എന്നാകും. അത് 0 ആണ്. 5 is equal to pi by 2 കൊടുക്കുമ്പോൾ u എന്ന് പറഞ്ഞാൽ സൈൻ pi by 2 എന്ന് വരും. സൈൻ pi by 2 എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഇന്റഗ്രൽ ബിക്കംസ് i is equal to ഇന്റഗ്രൽ 0 to pi by 2 ന് പകരം 0 to 1 ആവും. 1 മൈനസ് u സ്ക്വയർ ദ സ്ക്വയർ എന്നാവും ഇൻറ്റു റൂട്ട് u ഇൻറ്റു ഇത് du ആവും. വളരെ സിമ്പിൾ ആയിട്ട് മാറി. ദാറ്റ്സ് ഈക്വൽ ടു, നമുക്ക് ഒത്തിരി കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ ആയിക്കോട്ടെ, ഇന്റഗ്രൽ 0 to 1 ഇതങ്ങ് എക്സ്പാൻഡ് ചെയ്യാം. 1 a മൈനസ് b ദ ഹോൾ സ്ക്വയറിന്റെ ഫോർമുല ഉപയോഗിച്ച്. സോ 1 മൈനസ് 2u സ്ക്വയർ പ്ലസ് u റേസ് ടു 4. ഒന്നുകൂടെ നോക്കിയ മക്കളെ, a സ്ക്വയർ മൈനസ് 2ab ഇവിടെയുണ്ട് പ്ലസ് b സ്ക്വയർ u സ്ക്വയറിന്റെ സ്ക്വയർ ഇൻറ്റു ഒരു റൂട്ട് u ഉണ്ട് du. ഓക്കെ, ഇനി സോ ദാറ്റ്സ് ഈക്വൽ ടു നമ്മൾ അതിൻ്റെ ഇന്റഗ്രൽ 0 to 1 ഇതങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യും. ദാറ്റ് ഈസ് റൂട്ട് u മൈനസ് 2u സ്ക്വയർ ഇൻറ്റു റൂട്ട് u ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും പ്ലസ് u റേസ് ടു 4 ഇൻറ്റു റൂട്ട് u du. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. റൂട്ട് u മൈനസ് 2u സ്ക്വയർ ഇൻറ്റു റൂട്ട് u പ്ലസ് u റേസ് ടു 4 ഇൻറ്റു റൂട്ട് u du. ദാറ്റ്സ് ഈക്വൽ ടു, ഇനി നമുക്ക് ഓരോന്നിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. 0 to 1 ഫസ്റ്റ് 1 റൂട്ട് u du മൈനസ് 2 ഇൻറ്റു ഇതിനെ നമുക്ക് നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ എഴുതിയതിന് ശേഷം എഴുതാം. അതായത് ഈ റൂട്ട് യുവിന് പകരം നമുക്ക് 0 to 1 റൂട്ട് യുവിന് പകരം u റേസ് ടു 1/2 എഴുതാം. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന എളുപ്പത്തിന് വേണ്ടി മൈനസ് 2 ഇൻറ്റു 0 to 1 u സ്ക്വയറും റൂട്ട് u എന്ന് വെച്ച് കഴിഞ്ഞാൽ u സ്ക്വയർ ഇൻറ്റു റൂട്ട് യുവിന് പകരം നമുക്ക് u റേസ് ടു 1/2 എന്ന് എടുക്കാം. അപ്പൊ ഇത് a റേസ് ടു m ഇൻറ്റു a റേസ് ടു n എന്നുള്ള രീതിയിൽ a റേസ് ടു 2 പ്ലസ് ഹാഫ് 2.5 എന്ന് പറഞ്ഞാൽ 5/2 പ്ലസ് ഇന്റഗ്രൽ 0 to 1 u റേസ് ടു 4ഉം പിന്നെ 1/2 എന്ന് വെച്ചാൽ നമുക്കറിയാം 4.5 എന്ന് പറഞ്ഞാൽ എത്ര വരും? 9/2. u റേസ് ടു 9/2 du. ഓക്കെ മക്കളെ, u റേസ് ടു 9/2. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ജസ്റ്റ് ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്താൽ മതിയാവും. u റേസ് ടു 1/2ന്റെ ഇന്റഗ്രൽ നമുക്ക് അറിയാമല്ലോ. u റേസ് ടു 1/2ന്റെ ഇന്റഗ്രൽ എന്ത് വരും? u റേസ് ടു 3/2 by 3/2.
u raised to 3 by 2 by 3 by 2 limit 0 to 1 minus 2 into u raised to 7 by 2 by 7 by 2 limit 0 to 1 plus u raised to 11 by 2 by 11 by 2 എന്നാവും 0 to 1. എല്ലാത്തിനും ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രൽ ഫോർമുല എക്സ് റേസ് ടു ന്റെ ഫോർമുല നമുക്കറിയാം. എക്സ് റേസിന്റെ ഫോർമുല എക്സ് റേസ് ടു n plus 1 by n plus 1 എന്നുള്ള ഫോർമുലയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു ഇത് തിരിച്ചു ചെയ്യുമ്പോൾ 2 by 3 എന്നാവും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 1. 1ന്റെ ഏത് പവർ എടുത്താലും 1 ആണല്ലോ. സോ 1 minus 0. ഇത് മേളിൽ ചെല്ലുമ്പോൾ 4 by 7 ആവും. കാരണം ഓൾറെഡി ഒരു 2 ഉണ്ട്. മേളിൽ ചെല്ലുമ്പോൾ ഇൻറ്റു 2 by 7 ദാറ്റ് ഈസ് 4 by 7. ഇതും അപ്പർ ലിമിറ്റ് 1 ലോവർ ലിമിറ്റ് 0 ആവും. ഇത് 2 by 11 ആവും. ഇത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് 2 by 3 മൈനസ് 4 by 7 പ്ലസ് 2 by 11 എന്നാവും. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ LCM എടുത്തൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതിയാവും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഇതിന്റെ മൾട്ടിപ്പിൾ വരും. 21 into 11. സോ 21 into 11 എന്ന് പറയുമ്പോൾ 231 വരും. ദെൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 77 ഉണ്ട് 144 മൈനസ് 33 into 4 എന്ന് വരും. ദാറ്റ് ഈസ് 132 എന്ന് വരും. അല്ല, ഇത് 11 into 7 77 154 വരും. 154 സോറി 144 അല്ല 154. Then plus 21 into 2 42 എന്ന് വരും. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. 231 32 2 34 22 22 42 64 എന്ന് വരും. 64 by 231. ജസ്റ്റ് സിംപ്ലിഫിക്കേഷനേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 148. Integral 1 to 2 1 by x minus 1 by 2x square into e raised to 2x dx. നമുക്ക് ഇനി രണ്ട് ഇന്റഗ്രൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 1 to 2 1 by x into e raised to 2x minus integral 1 to 2 1 by 2x square into e raised to 2x dx. ഓക്കെ, ഇനി നമുക്കിവിടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ആദ്യത്തെ ഭാഗത്തു നിന്ന് അപ്ലൈ ചെയ്യാം. That is first function, അത് 1 by x ആണല്ലോ, into integral of e raised to 2x, that is e raised to 2x by 2 minus derivative of അടുത്ത integral of ഇതിന്റെ ഡെറിവേറ്റീവ്, that is minus 1 by x square into ഇത് അതുപോലെ തന്നെ e raised to 2x by 2 dx minus integral 1 by 2x square into e raised to 2x dx. എല്ലാം നമുക്ക് 0 to 1 ആണ്. അത് അല്ല 1 to 2 ആണ്. 1 to 2 ആണ്. അത് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇന്റഗ്രേഷൻ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ദാറ്റ് ഈസ് 1 by x into e raised to 2x by 2 മൈനസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. ഇന്റഗ്രൽ e raised to 2x by 2x square dx minus e raised to 2x by 2x square dx. ലിമിറ്റ് 0 to 1 ആണ്. നമുക്ക് ലാസ്റ്റ് ചെയ്യും. ഇത് രണ്ടും കട്ടായി പോകും. അപ്പോൾ നമുക്ക് ബാക്കി വരുന്നത് ഇത് വരും e raised to 2x by 2x. ഇവിടെ ഇന്റഗ്രേഷൻ ഇല്ല, നേരെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം 0 to 1. ഓക്കെ, ലിമിറ്റ് 0 to 1 അല്ല 1 to 2 ആണ് നമ്മുടെ ലിമിറ്റ്. 1 to 2. അപ്പോൾ ഇവിടെ 1 to 2 ആണ്. 1 to 2. അപ്പോൾ അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ e raised to 2 into 2 by 2 into 2 minus e raised to 2 into 1 by 2 into 1. That is e raised to 4 by 4 minus e raised to 2 by 2. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് എങ്ങനെയാണ്? വേണമെങ്കിൽ ഒന്ന് ക്രോസ് ചെയ്യാം. 4 എന്ന് വരുമല്ലോ. അപ്പോൾ e raised to 4 minus 2 e square എന്ന് വരും. വേണമെങ്കിൽ ഒരു e സ്ക്വയറും കൂടെ പുറത്തെടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത്രയും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. e സ്ക്വയർ എടുക്കുകയാണെങ്കിൽ e സ്ക്വയർ മൈനസ് 2 എന്ന് വരും.
ഡിവൈഡഡ് ബൈ 4. അത്രയും വേണമെന്നില്ല, ഇവിടെ എഴുതിയാലും മതിയാവും. സോ ദാറ്റ്സ് ദ ആൻസർ. അപ്പോൾ മക്കളെ, ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്റഗ്രേഷന്റെ ഡിഫറൻറ്റ് ഇന്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ വളരെ സിമ്പിൾ ആണ്. ഇന്റഗ്രേഷന്റെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ അറിയാമെങ്കിൽ, ഇന്റഗ്രേഷൻ ചെയ്യാൻ അറിയാമെങ്കിൽ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. Till then, stay safe and goodbye.